കൊല്ലം തീരദേശത്തു നിന്നും രക്ഷാപ്രവർത്തനത്തിനുള്ള വള്ളങ്ങളുമായി കടലിന്റെ മക്കൾ പുറപ്പെട്ടു. മന്ത്രി PC വിഷ്ണുനാഥിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് വള്ളങ്ങൾ പുറപ്പെട്ടത്. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ രാവിലെ 6 മണി മുതൽ തന്നെ വള്ളങ്ങൾ അയക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. അതിരാവിലെ തന്നെ വള്ളങ്ങൾ ആറന്മുളയിലേക്ക് അയക്കുവാൻ മത്സ്യത്തൊഴിലാളികൾ തയ്യാറായെങ്കിലും ലോറികൾ കിട്ടുവാനുള്ള താമസം മൂലം പുറപ്പെടുവാൻ വൈകി. പിന്നീട് പോലീസിന് മന്ത്രി കർശന നിർദ്ദേശം നൽകി ലോറികൾ എത്തിക്കുകയായിരുന്നു. ആദ്യം 3 ലോറികളിലായി 3 വള്ളങ്ങൾ പുറപ്പെട്ടു. രാവിലെ തന്നെ മന്ത്രിയും മേയർ AK ഹഫീസും നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകി. പത്തനംതിട്ട ജില്ലയിലേക്കായി 10 ബോട്ടുകളാണ് ഇന്ന് കൊല്ലത്തു നിന്നും പുറപ്പെട്ടത്. 40 തൊഴിലാളികളും സംഘത്തിലുണ്ട്. പ്രളയ മുന്നറിയിപ്പ് ഉണ്ടായ സാഹചര്യത്തിൽ എല്ലാ കാലത്തും ഇത്തരം പ്രതിസന്ധികൾ കേരളത്തിലുണ്ടാകുമ്പോൾ കൊല്ലത്തെ പ്രിയപ്പെട്ടവർ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ രക്ഷകരായി ഓടിയെത്തും. ഇന്ന് വെളുപ്പാങ്കാലത്ത് മുതൽ ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുകയാണ്. വള്ളങ്ങൾ സജ്ജമായിരുന്നു. ലോറികൾ വരാനുള്ള താമസമായിട്ട് ലോറികൾ വന്നു. വള്ളങ്ങൾ ലോറിയിൽ കയറ്റി പത്തനംതിട്ടയിലേക്ക് വിടുകയാണ്. എല്ലാ കാലത്തും കേരളത്തിലെ സ്വന്തം സൈന്യം മത്സ്യത്തൊഴിലാളികൾ, അതിൽ തന്നെ കൊല്ലത്തെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ഏറ്റവും വലിയ ത്യാഗോജ്വലമായ പ്രവർത്തനത്തെ എന്നും എത്ര വള്ളത്തോളം പോയിട്ട് നേരത്തെ 3 എണ്ണം പോയി, ഇപ്പോൾ 2 എണ്ണം ലോറിയിൽ കയറ്റി. ഇനി ഒരു 10 എണ്ണത്തോളം അയക്കാനുള്ള തയ്യാറെടുപ്പ്. അവിടുത്തെ സ്ഥിതി അനുസരിച്ച് അവിടുന്ന് മുന്നറിയിപ്പ് ഉള്ളതനുസരിച്ച് അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന മന്ത്രി PC വിഷ്ണുനാഥ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് പരമാവധി ഇപ്പോൾ 10 എണ്ണമെങ്കിലും ഇവിടുന്ന് കൊല്ലത്ത് നിന്ന് രാവിലെ പുറപ്പെടും. പത്തനംതിട്ടയിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുകയാണ്. കഴിഞ്ഞ 2018 വന്ന പ്രളയത്തിനും കൊല്ലത്തു നിന്നും രക്ഷാപ്രവർത്തനത്തിന് വള്ളങ്ങളുമായി മത്സ്യത്തൊഴിലാളികൾ പോയിരുന്നു.